ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. പ്രഭാത തീർത്ഥത്തിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. ഭഗവത് പാദർ നമ്മെ ആത്മാവിനെ സംബന്ധിക്കുന്ന വിവിധ വിശേഷണങ്ങൾ വേണ്ടത്ര നന്നായി പരിചയപ്പെടുത്തി തന്ന ശേഷം ധ്യാനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഭഗവത് പാദരുടെ ഈ ക്ഷണത്തെ നമുക്ക് സാദരം സവിനയം സ്വീകരിച്ചുകൊണ്ട് ആത്മധ്യാനത്തിന് വേണ്ടി ആവോളം ഉത്സാഹിക്കാം. എങ്ങനെയാണ് നാം ധ്യാനിക്കേണ്ടത്? ധ്യാനം എന്ന വിഷയം ഏറെ ആകർഷകമാണ്. അതുകൊണ്ട് തന്നെ അനവധി ധ്യാന തന്ത്രങ്ങൾ സമാജത്തിൽ നിറയെ വ്യാപിക്കുന്നുണ്ട്. ഇതിലൊക്കെ നാം ആകൃഷ്ടരായി ചെല്ലാറും ഉണ്ട്. പക്ഷേ ധ്യാന വിഷയത്തിൽ എന്തൊക്കെ ടെക്നിക്കുകൾ തന്ത്രങ്ങൾ ഉണ്ടെങ്കിലും ശരി, ആരാണ് ധ്യാനിക്കുന്നത്, എന്തിനെയാണ് ധ്യാനിക്കേണ്ടത്, ധ്യാനത്തിൻ്റെ പ്രയോജനം എന്തായിരിക്കണം, ഈ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് ശേഖരിക്കേണ്ടതുണ്ട്, കാഴ്ചപ്പാട് നേടിയെടുക്കേണ്ടതുണ്ട്. ഇത് ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ട വിഷയമാണ്. ഏത് തരത്തിലുള്ള ധ്യാന സമ്പ്രദായത്തെ അവലംബിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ ഈ വ്യക്തതയുണ്ടോ? എനിക്ക് വേണ്ട ഒരു വിഷയമാണോ ഞാൻ ധ്യാനിക്കുന്നത്? അതിന് അനുഗുണമായ ഒരു തന്ത്രത്തെയാണോ ഞാൻ അവലംബിക്കുന്നത്? എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പുരോഗമിക്കുന്നുണ്ടോ? ഈ വിഷയത്തിലൊക്കെയുള്ള ഒരു പരിശോധന ധ്യാന താല്പര്യമുള്ളവർ ചെയ്യുന്ന ധ്യാനക്രമത്തോടൊപ്പം ചോദ്യം ചോദിക്കാനും ഉത്തരം കണ്ടെത്താനും ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഭഗവത് പാദർ നമ്മെ ക്ഷണിക്കുന്ന ഒരു ധ്യാന സമ്പ്രദായം പരിചയപ്പെടുത്താൻ ഉത്സാഹിക്കട്ടെ. ഭഗവത് പാദർ പറയുന്നു, വിവിക്തദേശേ ആസീനഃ. സന്ധി അനുസരിച്ച് വിവിക്തദേശ ആസീന എന്നാണ് കാണുക. വിവിക്തദേശേ ആസീനഃ വിരാഗോ വിജിതേന്ദ്രിയഃ ഭാവയേത ഏകമാത്മാനം തമനന്തമനന്യധീഃ. തം ആ ആത്മാവിനെ, എങ്ങനെയുള്ള ആത്മാവിനെ? അനവധി ശ്ലോകങ്ങളിലൂടെ പരിചയപ്പെടുത്തി തന്ന ആത്മാവിനെ ഭാവയേത്, ഭാവന ചെയ്താലും, ഏകം ആത്മാനം, ഏകമായ ആത്മതത്വത്തെ നിരന്തരം ഭാവന ചെയ്താലും. ഇവിടെ നിരന്തരം എന്നത് ദിവസവും കുറച്ച് നേരം ധ്യാനിക്കാൻ ഉത്സാഹിച്ചു തുടങ്ങുന്നു. ക്രമേണ അത് നിരന്തര ഭാവനാഭ്യാസമായി ധ്യാനമായി പരിണമിച്ചോളും. ഏവം ആത്മാനം ഏകം ധ്യായേത്. ആത്മാവിനെ, ഏകമായ ആത്മതത്വത്തെ ഭാവയേത്, ഭാവന ചെയ്താലും. എങ്ങനെ ഭാവന ചെയ്യണം? അനന്യധീഹി, മറ്റൊരു വിഷയത്തിലും തെന്നിപ്പോകാത്ത ബുദ്ധിയോടെ. മറ്റൊരു വിഷയത്തിലേക്കും ബുദ്ധി തെന്നിപ്പോയിക്കൂടാ. ആത്മാവിനെ തന്നെ ധ്യാനിക്കുന്നതിന് ശ്രദ്ധിച്ചോളണം. തമേകം അനന്യധീഹി. അന്യം എന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങൾ എന്നർത്ഥം. മറ്റു വിഷയങ്ങളിലേക്ക് തെന്നിപ്പോകാത്ത ബുദ്ധിയോടുകൂടി ഏകമാത്മാനം ഭാവയേത്. അതിനെന്ത് വേണം? വിവിക്തദേശേ ആസീനഃ. എവിടെയെങ്കിലും ഒരു വിജനമായ സ്ഥലത്ത് പോയി ഒറ്റയ്ക്കിരിക്കണം. വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് ചെന്നിരുന്ന് ധ്യാനിക്കുന്നതാണ് ഉത്തമം. ഒന്നിച്ചുകൂടിയിരുന്നുള്ള ധ്യാനം, അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലുണ്ടെങ്കിലും ശരിയായ പ്രതിബദ്ധതയോടെ ധ്യാനം സാധിക്കുന്നതിന് ഒറ്റയ്ക്ക് പോയിരിക്കുന്നതാണ് നല്ലത്. വിവിക്തദേശേ ആസീനഃ വിരാഗഃ. രാഗം ഇല്ലാത്തവരായിട്ട്. രാഗം അറ്റാച്ച്മെന്റ്, ഒട്ടൽ. ധ്യാനിക്കുന്ന സമയത്ത് ഒരു വിഷയത്തിലും നമുക്ക് ആസക്തി ഉണ്ടാവാതിരിക്കട്ടെ. വിജിതേന്ദ്രിയഃ. ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചിരിക്കണം, ഇന്ദ്രിയങ്ങളെ അടക്കി വെച്ചിരിക്കണം. ധ്യാനിക്കുന്ന സമയത്ത് കഴിവതും കണ്ണും കാതും മൂക്കും നാക്കും ഒന്നും
അതാത് വിഷയങ്ങളിലേക്ക് വ്യവഹരിക്കാതിരിക്കട്ടെ. മനസ്സ് സങ്കല്പങ്ങളുടെ മായിക വലയത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ജാഗ്രത പാലിക്കാം. മനസ്സിനെ വിട്ടു നിർത്താൻ നമുക്ക് ജാഗ്രത പാലിക്കാം. ബുദ്ധിയും ആത്മവിഷയകമായി തന്നിട്ടുള്ള സൂചനകളിൽ അഭിരമിക്കട്ടെ. അങ്ങനെ ആത്മാനം ഏകം ഭാവയേത് അനന്യധി വിവിക്തദേശേ ആസീന വിരാഗോ വിചിതേന്ദ്രിയ ഭാവയേതേകമാത്മാനം തമനന്തമനന്യധീ. ധ്യാന പരിശീലനം നമുക്ക് പഠനത്തോടൊപ്പം ആരംഭിക്കാം. ഹരി ഓം.